സേഫ് സനാതാലയം, സേഫാന സനാതാലയമാക്കുക. ഇത് നമ്മുടെ നാട്ടിനും കേട്, അത് നമുക്കും കേടാണ് കേട്ടോ. ആൾ കേരള വാക്ക് അവയർനെസ്സിൽ നമ്മൾ ഇന്ന് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ 6ാമത് ദിവസമാണ്. നമ്മൾ ഇന്ന് പോണ റൂട്ട് എവിടെയെന്ന് പറഞ്ഞാൽ കായംകുളം ടു ആലപ്പുഴ പോണ ആ സറൗണ്ടിങ്ങിലാണ്. ഇന്ന് മോസ്റ്റ്ലി കായംകുളം റീച്ച് ആവും, അല്ലെങ്കിൽ കായംകുളം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോകും. അതുപോലെ ഇന്നത്തുള്ള ജേണി നിങ്ങൾ നോക്കിയിട്ട് വരണം. അതേപോലെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണാത്തവർ ബാക്കി പോയി ആ വീഡിയോ കൂടെ കാണാം. ഇന്നലെ എന്ത് നടന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റേ ഫുഡെല്ലാം ആരും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മൾ പോണ വഴിയിൽ നമുക്ക് എന്തെല്ലാം ആയിട്ടുണ്ടെന്ന് കൂടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാതെ ആരെങ്കിലും ഇരുന്നെങ്കിൽ നിങ്ങൾ പോയി കാണാം. അതേപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല ബെൽ ബട്ടൺ അമുക്കാൻ മറക്കല്ലേ. നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മൾ ഇന്നലെ ഇങ്ങോട്ടാണ് പോയത് സ്റ്റേ ചെയ്യാൻ, മറ്റേ ബ്രോൻ്റെ വീട്ടിൽ. നമുക്കിനി പോകാനുള്ളത് ഇങ്ങോട്ടാണ്. ഇതാണ് ആലപ്പുഴ പോണ റോഡും ഇത് കൊല്ലം പോണ റോഡുമാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് ഇന്ന് ആലപ്പുഴ റോഡിലോട്ടാണ്. മച്ചാൻ ഈ സ്ഥലങ്ങൾ കണ്ടോ, നമ്മൾ കൊല്ലം തൊട്ട് ഈ റൂട്ടിൽ വരുമ്പോൾ ഈ സൈഡിലെല്ലാം ആ ബ്രിഡ്ജ് പാലത്തിന് വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ ഇടത്തിൽ ഇപ്പോൾ ഒരു കടയിൽ അവർ ചേച്ചിരുത്ത് കേട്ടായിരുന്നു. അവർ പറഞ്ഞ് ഈ സ്ഥലങ്ങളെല്ലാം മരങ്ങളായിട്ടാണ് ഇരുന്നത്. ഇവർ ആ റോഡ് ബ്രിഡ്ജിന് വേണ്ടിയാണ് ഈ മരങ്ങളെല്ലാം വെട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല ഇവിടെ ചൂട് കൂടിയിട്ടുള്ളത്. അങ്ങനെയെന്ന് അത് നല്ലൊരു കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ അറിയാം ഈ ഇവിടെ എത്ര മരങ്ങൾ നിന്ന് കാണുമെന്ന്. അത് നമ്മുടെ നാട്ടിനും കേട്, അത് നമുക്കും കേടാണ് കേട്ടോ. ആരും മറക്കല്, നാട്ടിനും കേട് നമുക്കും കേടാണ്. അത് കരുനാഗപ്പള്ളി എൻട്രൻസ് വന്നിട്ടുണ്ട്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എത്തി കരുനാഗപ്പള്ളി, അതായിരിക്കണം കരുനാഗപ്പള്ളി KSRTCയുടെ ഇതാണ് കേട്ടോ. നമ്മളിവിടെ വരുമ്പോൾ ഒരു അങ്കിളെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ കാണിച്ചൊരു അങ്കിളായിരുന്നു. ഇതാണ് അങ്കിളിൻ്റെ ഷോപ്പ്, മെറ്റൽ ആ നമ്പറിൽ വിളിക്കാം. അത് എഴുതി തരാനാ? അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽ കിട്ടിയില്ല. നമുക്ക് നോൺ വെജ് റൈസും ഫിഷുമാണ് ആവശ്യം ഉച്ചയ്ക്ക്. എന്നു പറഞ്ഞാൽ റൈസ് കഴിച്ചാൽ നമുക്ക് ബോഡിക്കുള്ള ഒരു ഹൈപ്പ് കിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ട് നമ്മൾ ആ പോയിക്കൊണ്ടിരിക്കുക. ബിനോവിന് നല്ല വിശപ്പൊന്ന്, അവൻ കഴിക്കാതെ അടുത്ത് പോകില്ലെന്നാണ് എൻ്റെ അടുത്ത് പറയാം. ഇവിടെ ഇറങ്ങി ഇരിക്കുമെന്ന്, ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി ഇരിക്കുമെന്ന് കേട്ടോ. ഇവൻ എവിടെയെന്ന് വെച്ചാൽ ആ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കട നോക്കിയിട്ട് ഫുഡ് കഴിക്കാം. മണി 2-2:30 ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കരുനാഗപ്പള്ളി റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കായംകുളം പോകാൻ കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. നമ്മളിനി കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോണത്. ആ കടയിലും കിട്ടിയില്ല, ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണം. അടുത്ത് നേരത്തെ നിങ്ങളൊരു അങ്കിള് കണ്ടില്ല, ആ അങ്കിളിന് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ദൂരം വന്നിട്ട് നമ്മൾ ഇത്ര നേരത്തെ കേട്ടിട്ട് ഒരാൾ കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നു. ആ നമ്മളെ സനാതനത്തിൽ ഒരേ ഹെൽപ്പും ചെയ്തില്ലായിരുന്നു. ஆனால் ഇയാൾ നമ്മൾ ചുമ്മാ റെസ്റ്റ് എടുക്കേണ്ട ഇടത്തിൽ നമ്മൾ ബാഗ് കണ്ടിട്ട് വന്നാണ് സംസാരിച്ചത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇതൊരു വലിയ കാര്യമാണോ, എൻ്റെ കൊണ്ട് പറ്റണ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മൾ ഹോട്ടലെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽ ഇതായിരിക്കണം. നമുക്കിവിടെ ഊണ് കിട്ടുമോയെന്ന് അറിഞ്ഞൂടാ, കേട്ട് നോക്കാം നമുക്ക്. ചേച്ചി ഊണുണ്ടോ? ഊണുണ്ടോ ചേച്ചി? ചെറുതായിട്ടാണത്. അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട് നോക്കാം കേട്ടോ. നമുക്കുള്ള കറികളെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. മീൻ, അവിയൽ, തോരൻ, അച്ചാർ, സാമ്പാർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് വെളിയിൽ പോയിട്ട് നമുക്ക് അടുത്തുള്ളത് പോകാം കേട്ടോ. അടുത്ത് നമുക്ക് പോകുന്നത് കായംകുളമാണ്. മറ്റേ സ്ഥലങ്ങൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇനി നേരെ ഇവിടെ നമുക്ക് കായംകുളമാണ് ടാർഗറ്റ്. കായംകുളം റീച്ച് ആയിട്ട് അവിടെ നിന്ന് 2 കിലോമീറ്ററും കൂടെ അകത്ത് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ നടന്നതിൽ ചായ കുടിക്കാൻ നോക്കിയായിരുന്നു. ഇപ്പോൾ സമയം കറക്റ്റാ ഒരു 5:45 അതുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ ഇറങ്ങി ഒരു ചെറിയൊരു കട ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാം. ആ ചായ ഉണ്ടോ? കടുപ്പം കുറച്ച് 2 ചായ. ഓ, അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ. ഇനി തിരുവനന്തപുരം നടന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
ஆனால் ഇപ്പോൾ കുറച്ച് നല്ലൊരു വാം ക്ലൈമറ്റിലാണ് കിടക്കുന്നത്. ആ ഇത്രയും ഇടം ഒരു വാമിങ്ങിലാണ് കിടക്കുന്നത്. നാടെ ഫുള്ള തീത്തോണ്ടാണ്ടിരിക്കണം കണ്ടല്ലോ. അത്രയും ഈ ഇടങ്ങളെല്ലാം ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടം പോലെ കിടക്കും. ലാസ്റ്റ് നമ്മൾ കേൾക്കേണ്ടിയിരിക്കും ഗാഡ്സ് ഓൺ കൺട്രി എവിടെ പോയെന്ന് കേൾക്കേണ്ടിയിരിക്കും. ഇത്രയൊരു സിറ്റുവേഷൻ. നമ്മൾ ബാഗ് ഇതാ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിന് കടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. ആഹാ, നമുക്ക് എവിടെ പോയാലും നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങൾ പരിപ്പൂട. കൊള്ളാം കേട്ടോ പരിപ്പൂട. ഇത് നൈസ് ടേസ്റ്റ് ഉണ്ട്. ഒരു മുരിഞ്ഞ് ഒരു ടേസ്റ്റാണ്. നമ്മളെ ചായ കിട്ടിയിട്ടുണ്ട്. ബിനോ അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. കുറച്ച് നമുക്ക് സമയമില്ല, പെട്ടെന്ന് ചായ കുടിക്കണം. ഒരു 5 മിനിറ്റിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ കാണും കായംകുളത്തിന്? 8. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കായംകുളം എത്താൻ നമുക്കിനി 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ 8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തുമ്പോൾ ഒരു 7:30 ആവും. ഓക്കെ, അതിൻ്റെ അവിടെ എവിടെയെങ്കിലും സ്റ്റേയും നോക്കണം. പറ്റുമെങ്കിൽ നമുക്ക് ടെൻ്റ് ഇട്ട് കിടന്നുറങ്ങാൻ നോക്കണം കേട്ടോ. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 ആയിട്ട് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയോ അവിടെ നിന്ന് ഇപ്പോൾ വന്നത് വരയ്ക്കും 2 സൈഡിലുള്ള മരങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചിരിച്ചിട്ട് പറയണമെന്നല്ല, അതിൻ്റെ ഒരു ഇത് എൻ്റെ മനസ്സിൻ്റെ അകത്ത് തന്നെ കാണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് സ്ട്രൈറ്റാണ് പോകണം. ഇനിയും നമുക്കൊരു 7 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ നടന്ന് പോവാ. சேஃபான சரணாலயமாக்குறது நாங்கள் ரொம்ப பாடுபடியும். அதே மாதிரி நீங்களும் எங்கள் கூட இருந்து ரொம்ப கஷ்டப்படுங்க. அது உங்களை ஒரு கஷ்டத்துலேருந்து நம்ம எப்படியாச்சும் நம்ம வெளியில் கொண்டு வரோம். ഓക്കെ അച്ഛൻസ് നമ്മൾ അതേപോലെ ചായ കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നേരെ പോകാൻ പോണത് എവിടെയെന്ന് പറഞ്ഞാൽ കായംകുളം റൂട്ടാണ്. ഞാൻ കാണിച്ചു തന്നായിരുന്നില്ലേ. ഇവിടെ നിന്നുള്ള കിലോമീറ്റർ മോസ്റ്റ്ലി ഇന്ന് നമ്മൾ കായംകുളം റീച്ച് അടിക്കും കേട്ടോ. റീച്ച് അടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ടെൻ്റ് ഇട്ട് കിടന്ന് ഉറങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട് ഇന്ന്. വേറെ ആരും സെറ്റായില്ല നമുക്ക് റെഡിയാ സ്റ്റേ ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ടെൻ്റ് ഇട്ടിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങാമെന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ പോണ വഴിയിൽ ഉള്ള വിഷയങ്ങൾ ഇനിയും കാണിച്ചു തരാം. കുറേ മണി 6 ആയി. ഒരു 6-6:15 ആയിട്ടുണ്ട്. ഈ റോഡ് കണ്ടല്ലോ, ഇപ്പം ഇരുട്ടിയാണ് കിടക്കുന്നത്. നമ്മൾ അതേ എൻഗേജ് റോഡ് മച്ചാൻ ഇതാ നടന്നു പോകാം. ഹായ്. അപ്പോൾ അതുപോലെ നമുക്ക് നേരെ நம்ம பார்வையை பார்த்து போயிட்டே இருப்போம். ஓகே சான்ஸ் திடீர்னு நல்ல ஒரு மழை அடிச்சுட்டு பார்த்தீங்களா எப்படி அடிக்கணும். பினோ ரெயின் கோட் போட்டுட்டான், நானும் அப்படியே ரெயின் கோட் போட்டுட்டேன். செம்ம மழைன்னு சொன்னால் செம்ம மழை. காமிச்சு வரேன் பாருங்கள். பார்த்தீங்களா தர ஃபுல்லாக மழை. நல்ல மழைன்னா நல்ல ஒரு மழை அடிக்குது. செம்ம மழைன்னு சொன்னால் செம்ம மழை அடிக்குது. ஏவா நம்ம நேரம் எப்படியாச்சும் ஸ்டேயை மட்டும் ரெடி பண்ணுவோம். ஓகேவா, ஸ்டே ரெடி பண்ண அப்புறம் நம்ம அப்படியே போகலாம். நாங்கள் 2 பேருமே ரெயின் கோட்டை போட்டுட்டோம். அப்பா മച്ചാൻസ് അതേപോലെ നമ്മൾ റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ ടെൻ്റ് ഇടാൻ പറ്റിയില്ല. നല്ല മഴയാണ് ഇവിടെ. മഴയെന്ന് പറഞ്ഞാൽ നല്ല പോലെ ഒരു മഴ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ റൂം കണ്ടിട്ടുണ്ട്. അവിടെ കേട്ട് നോക്കാം നമുക്ക് റൂംസ് എങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ഏരിയയാണ്. ഇതാണ് നല്ല പോലെ ഇരുട്ടായിട്ട് കാണും. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല, അവിടെ മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓ, നമുക്ക് സെയിം ലക്കി നമ്പർ ഇട്ടിട്ടുണ്ട് 203. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് റൂം കണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇത് ധാരാളമാണ് കേട്ടോ. നമുക്ക് ചെറുതായി ഉറങ്ങി ഫ്രഷപ്പായിട്ട് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് പ്രശ്നം ഇല്ല.